ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കേരളത്തിന്റെ നെതർലൻഡ്സ് എന്നറിയപ്പെടുന്ന കുമരകത്തെ ചില കാഴ്ചകൾ കണ്ടാലോ. കേരളത്തിലെ കോട്ടയം ജില്ലയിൽ വേമ്പനാട് കായലിന്റെ തീരത്തായുള്ള ചെറിയ ദ്വീപുകളുടെ സമൂഹമാണ് കുമരകം എന്ന ഗ്രാമം. ആലപ്പുഴ വഴി കുമരകത്തേക്ക് പോകുന്നവർക്ക് ബോട്ടിൽ കായലിന്റെ ഭംഗി ആസ്വദിച്ച് പോകാനാണ് താല്പര്യമെങ്കിൽ മുഹമ്മ വഴി പോകാം. ചേർത്തല ഭാഗത്ത് നിന്നാണ് വരുന്നതെങ്കിൽ തണ്ണീർമുക്കം ബണ്ട് വഴിയും കുമരകത്ത് എത്തിച്ചേരാം. ബോട്ടിൽ പോകുന്നവർക്ക് അവരുടെ വാഹനം ബോട്ടിൽ കയറ്റി കുമരകത്തെത്തിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. ഈ കാണുന്നതാണ് കുമരകം പക്ഷി സങ്കേതത്തിന്റെ പ്രവേശന കവാടം. മുളകൾ കൊണ്ട് വളരെ മനോഹരമായ രീതിയിലാണ് വഴികൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു വഴി കുമരകം പക്ഷി സങ്കേതത്തിലേക്കും അടുത്ത വഴി KTDCയുടെ റിസോർട്ടിലേക്കുമാണ് പോകുന്നത്. 100 രൂപയാണ് ടിക്കറ്റ് ചാർജ്. 2 വീലറിൽ പോകുന്നവർക്ക് 20 രൂപ പാർക്കിംഗ് ഫീസ് നൽകണം. കുമരകത്തെ കാഴ്ചകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന കുമരകം പക്ഷി സങ്കേതം. 1847 മുതലാണ് കുമരകം പക്ഷി സങ്കേതത്തിന്റെ ഉത്ഭവം. ആൽഫ്രഡ് ജോർജ് ബേക്കർ ആണ് ഒരു റബ്ബർ തോട്ടത്തിൽ ഈ പക്ഷി സങ്കേതം സ്ഥാപിച്ചത്. അക്കാലത്ത് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നായിരുന്നു ഇത് അറിയപ്പെട്ടിരുന്നത്. ഈ പക്ഷി സങ്കേതത്തിൽ നിരവധി ഉടുമ്പുകളെയും ആമകളെയും കാണാൻ സാധിക്കും. സൈറ്റിന്റെ ഏറ്റവും അറ്റത്തെത്തുവാൻ ഏകദേശം 2 കിലോമീറ്ററോളം നടത്തമുണ്ട്. നടപ്പാതയിലൂടെ നടക്കുമ്പോൾ ആളുകൾക്ക് നിരവധി പക്ഷികളെ കാണാൻ സാധിക്കും. 14 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ പക്ഷി സങ്കേതം രാജ്യത്തെ അപൂർവ ദേശാടന പക്ഷികളെയും തണ്ണീർത്തടങ്ങളും കാണുന്നതിനുള്ള പ്രദേശമാണ്. ദേശാടന പക്ഷികൾ അടക്കമുള്ള ജലപക്ഷികളെ ഇവിടെ കാണാൻ സാധിക്കും. നവംബർ മുതൽ ഫെബ്രുവരി വരെയാണ് ദേശാടന പക്ഷികളെ കാണാൻ ഏറ്റവും അനുയോജ്യമായ സമയം. ജൂൺ മുതൽ ആഗസ്റ്റ് വരെയുള്ള മാസങ്ങളിലും ഇവിടെ സന്ദർശിക്കാം. കാരണം ധാരാളം പ്രാദേശിക പക്ഷികളെ ഇവിടെ കാണാൻ സാധിക്കും. വളരെ മിതമായ കാലാവസ്ഥയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. സമൃദ്ധവും നിത്യഹരിതവുമായ ഈ സ്ഥലത്തിന്റെ മനോഹരമായ കാഴ്ചകൾ അക്ഷരാർത്ഥത്തിൽ കണ്ണുകൾക്ക് ഒരു വിരുന്നാണ്. കാരണം നിരവധി ദേശാടന പക്ഷികളെ അവയുടെ ദേശാടന കാലത്ത് ഇവിടെ കാണാം. ഈ ദേശാടന പക്ഷികളിൽ ചിലത് സൈബീരിയയിൽ നിന്നാണ് വരുന്നത്, മറ്റു ചിലത് ഹിമാലയത്തിൽ നിന്നും. കുമരകം പക്ഷി സങ്കേതം ഒരു പ്ലാസ്റ്റിക് ഫ്രീ സോണാണ്. കാടിന്റെ മനോഹാരിത ആസ്വദിച്ച് നടക്കുമ്പോൾ തന്നെ നമുക്ക് നിരവധി പക്ഷികളെ കാണാൻ സാധിക്കും. വേമ്പനാട് കായലിൽ പ്രകൃതി ഭംഗി ആസ്വദിച്ചൊരു ബോട്ടിംഗ് നടത്താനും ഇവിടെ സൗകര്യമുണ്ട്. 2 വാച്ച് ടവറാണ് പക്ഷികളെ നിരീക്ഷിക്കാനായി കുമരകം പക്ഷി സങ്കേതത്തിൽ ഉള്ളത്. ഏകദേശം 1 കിലോമീറ്റർ കഴിയുമ്പോൾ ആദ്യത്തെ വാച്ച് ടവർ കാണാം. വീണ്ടും മുന്നോട്ട് നടക്കുമ്പോൾ അടുത്ത വാച്ച് ടവർ കാണാൻ സാധിക്കും. ദേശാടന പക്ഷികളുടെ പറുദീസയായ ഇവിടം പക്ഷി നിരീക്ഷകരുടെ സ്വർഗവുമാണ്. ചേരക്കോഴി, പെരുമുണ്ടി, കുളക്കൊക്ക്, തണ്ണീർ പക്ഷികൾ, കുയിൽ, കാട്ടുതാറാവ് തുടങ്ങി ഇവിടെ വസിക്കുന്നതും ദേശാടനത്തിനിടയിൽ എത്തുന്നതുമായ നിരവധി പക്ഷികളെ കൂട്ടത്തോടെ ഇവിടെ കാണാം. ഒരു കായൽ തീര സഞ്ചാര കേന്ദ്രം എന്നതിലുപരി കുമരകം സന്ദർശകർക്ക് ഒട്ടേറെ അവിസ്മരണീയമായ അനുഭവങ്ങളും പങ്കുവയ്ക്കും. ഇനി നമുക്ക് കുമരകത്തെ രുചിവൈവിധ്യങ്ങളിലേക്കൊന്ന് പോയാലോ. കുമരകം പക്ഷി സങ്കേതത്തിന് ഏകദേശം അടുത്ത് സ്ഥിതി ചെയ്യുന്ന കിളിക്കൂട് എന്ന റെസ്റ്റോറന്റിലേക്കാണ് ഞങ്ങൾ പോയത്.
നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.